ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, നാട്ടിലൊക്കെ ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞിട്ട് മഹർ കെട്ടിക്കൊടുക്കാൻ പോവാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അങ്ങനെ മഹർ കെട്ടിക്കൊടുക്കണ മറ്റു മതക്കാർ താലി കെട്ടുന്ന പോലുള്ള ഒരു പരിപാടിയായിട്ട് അങ്ങനെ അതിന്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിക്കാഹിന്റെ ശേഷം വരൻ മഹ്റാഭരണം ഭാര്യക്ക് കെട്ടിക്കൊടുക്കുന്ന ഒരു സമ്പ്രദായം നാട്ടിലുണ്ടല്ലോ. അതിന്റെ മതവിധി എന്താണെന്നാണ് ഒരു മാന്യ സഹോദരന്റെ ചോദ്യം. നിക്കാഹിന്റെ ശേഷം മഹർ നേരിട്ട് ഭാര്യക്ക് നൽകുന്ന സമ്പ്രദായം നമ്മുടെ പല നാടുകളിലും ഉണ്ട്. അത് നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയാകുന്ന പെണ്ണിന്റെ പിതാവിനെ ഭാര്യക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയോ ഒക്കെയാവാം. ഏതായാലും അവൾക്ക് അധികാരപ്പെട്ട അവളുടെ ഉടമസ്ഥതയിലുള്ള മുതലാണത്. ഇവിടെ കെട്ടിക്കൊടുത്തു എന്നുള്ളത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് പൂർണ്ണമായും അനുവദനീയമാണ്. അത് ഏതൊരു മതത്തിലുള്ള ചടങ്ങായ താലികെട്ടലിനോട് സമാനമല്ലേ എന്നുള്ളതൊന്നും ഇവിടെ ഒരു പ്രശ്നേ അല്ല. ചുരുക്കത്തിൽ അങ്ങനെ ആഭരണം അണിയിച്ചു കൊടുക്കലും കെട്ടിക്കൊടുക്കലൊക്കെ അനുവദനീയമാകുന്നു. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് അതല്ല. ആ പേരിൽ ക്യാമറാമാൻമാരും എൻ്റെ ആണുങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ചമഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ അരികിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കലും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യലും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇവിടെ അന്യ ആണുങ്ങളെ കൊണ്ടുപോകലോ കാണലോ അന്യ ഫോട്ടോഗ്രാഫറെ ഇവൾക്ക് കാട്ടിക്കൊടുക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ തികച്ചും അത് ഹറാമാണ്, തെറ്റാകുന്നു. വളരെ പുണ്യമായ നിക്കാഹ് എന്ന കർമ്മം കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യമായി അവൻ ഭാര്യയുമായി ഒത്തുചേരുന്നത് തന്നെ, അഥവാ ആ നിക്കാഹിന്റെ ശേഷം ആദ്യമായി ഭാര്യയുമായി കാണുന്നത് തന്നെ കുറെ ഹറാമായ പ്രവണതകളോട് കൂടിയാകുമ്പം അതൊരു മഹാ അപകടകരമാണ് എന്ന് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് നമുക്കൊക്കെ നല്ലത്. ഇതൊരു ചെറിയൊരു കാര്യമായിട്ട് കാണരുത്, ഗൗരവമുള്ള കാര്യമാണ്. നിക്കാഹോട് കൂടെ ഭാര്യയെ കാണാമെന്ന് മാത്രമല്ലല്ലോ. ആ ഭാര്യയോട് എന്താണോ ഭർത്താവ് ആവശ്യപ്പെടുന്നത്, ശരീരം തന്നെ വേണമെങ്കിൽ നിക്കാഹിന്റെ ശേഷം വേണം എന്ന് വെച്ചാൽ കൊടുക്കൽ പക്ഷെ നിർബന്ധമാണല്ലോ. പക്ഷെ അതല്ല അതിന്റെ നിയമം. ഇവിടെ അന്യ ആളുകളെയുമായിട്ട് അവൻ റൂമിലേക്ക് കയറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആണിനെയും പെണ്ണിനെയും ഹലാലാക്കി തരുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ നിക്കാഹ് കഴിഞ്ഞതിന്റെ ശേഷം ആദ്യമായി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടും വിധം ആ ഭർത്താവ് ഭാര്യയെ കാണാൻ ആദ്യമായിട്ട് നിക്കാഹിന്റെ ശേഷം കാണുമ്പോൾ തന്നെ കുറെ ഹറാമായ ദർശനം കൂടി അതിൽ വാരി വലിച്ചു കൂട്ടുക എന്നുള്ളതൊരു മഹാ അപകടമാണ് എന്നും അത് ശൂഖജകമല്ല, അത് വളരെ ഒരു മോശമായ പ്രവണതയാണ് എന്നാണ് ഈ വിനീതന്റെ അഭിപ്രായം. പൊതുവെ അങ്ങനെ ചില സദസ്സിലൊക്കെ കാണുമ്പോൾ അന്യ ആണുങ്ങളാരും കയറണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ പറഞ്ഞാലും അതോന്റെ നാത്തൂനാണ്, അളിയനാണ് എന്നൊക്കെ പറഞ്ഞു കാണാൻ പറ്റാത്ത ആളുകൾ തന്നെ കാണലും പോകലും ഒക്കെ സാധാരണ നാട്ടു നടപ്പുണ്ട്. വേണ്ടപ്പെട്ടവർ ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് സവിനയം അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും.